എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യയന വർഷം നമ്മുടെ പടിവാതിലിൽ വന്നു നിൽക്കുകയാണ്. ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സ്കൂൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സ്കൂളിലെ ബസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആയമാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആദ്യമായി ഡ്രൈവർമാരോട് നമുക്കറിയാം, കഴിഞ്ഞ അധ്യയന വർഷം ഉൾപ്പെടെ ധാരാളം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ടായതാണ്. ഈ വർഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞു കുട്ടികളാണ്, അവർ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ മാതാപിതാക്കളുടെ കൈകളിൽ എത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം, അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ കൺമുന്നിൽ നിന്നും മാറി നമ്മുടെ കൺമുന്നിൽ കാഴ്ചയിൽ നിൽക്കുന്നതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും കുട്ടികളെ കാഴ്ചയിൽ കാണാതെ, ഇറങ്ങിയ കുട്ടികളെ കാഴ്ചയിൽ കാണാതെ നിങ്ങൾ വാഹനങ്ങൾ മുന്നോട്ടെടുക്കാനായി ശ്രമിക്കരുത്. ആയമാരോട് നിങ്ങൾ വാഹനത്തിൽ നിന്നും ഈ കുട്ടികളെ പുറത്തിറക്കി കഴിയുമ്പോൾ ഇവർ മാതാപിതാക്കളുടെ, രക്ഷിതാക്കളുടെ കൈകളിൽ എത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാഹനം മുന്നോട്ടെടുക്കാനുള്ള അനുമതി കൊടുക്കുക. സ്കൂൾ അധികാരികളോട് ഈ ബസ് ഡ്രൈവർമാരെ പോസ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ 10 വർഷം പ്രവൃത്തി പരിചയം, ഇങ്ങനെ വാഹനം ഓടിച്ച്, ഏത് വാഹനമാണോ ഓടിക്കുന്നത് ആ ടൈപ്പ് വാഹനങ്ങൾ ഓടിച്ച് 10 വർഷത്തിൽ കൂടുതൽ അവർക്ക് പ്രവൃത്തി പരിചയം ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അവർ ഏതെങ്കിലും മോട്ടോർ വാഹന അപകട കേസുകളിൽ, അല്ലെങ്കിൽ മദ്യം കഴിച്ച് വാഹനം ഓടിച്ച കേസുകളിൽ, അതിലുപരി ഏതെങ്കിലും പോക്സോ കേസുകളിൽ, NDPS കേസുകളിൽ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്നും PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം മാത്രം ഡ്രൈവർമാരെ പോസ്റ്റ് ചെയ്യുക. ഡ്രൈവർമാർക്ക് കൃത്യമായ യൂണിഫോം ഉണ്ട്. അവർ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ടാഗും ധരിക്കേണ്ടതാണ്. അതുകൂടാതെ റെഡ് ലൈറ്റ് മറികടന്നതിനോ, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ട്രാഫിക് റൂൾസ് പാലിക്കാത്തതിനോ 2 പ്രാവശ്യം ശിക്ഷ അനുഭവിച്ചവരെ ഇതിൽ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇതുപോലെ തന്നെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ സ്വന്തമായിട്ടാണ് കുട്ടികളെ വിടുന്നതെന്നുണ്ടെങ്കിൽ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുവാൻ നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഡ്രൈവർക്ക് ഈ മാനദണ്ഡം, ഈ എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ അനുവദിച്ച ബസ്സുകളിലാണെന്നുണ്ടെങ്കിൽ അനുവദിച്ചതിൽ കൂടുതൽ കുട്ടികളെ വാഹനങ്ങളിൽ കുത്തി നിറച്ച് പോകാതിരിക്കാനായി ശ്രദ്ധിക്കുക. നല്ല ഒരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നന്ദി.